രാധാകൃഷ്ണൻ സാറ്, ക്രൈസ്തവ വിഭാഗത്തിലെ 7 MP ഒരു യോഗം കൂടി. സാറ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ വാർത്ത ഞാൻ കണ്ടിരുന്നു. ലോക്സഭയിലെയും രാജ്യസഭയിലെയും. അപ്പോൾ ഈ 7 MP യോഗം വിളിച്ചു കൂട്ടിയത് കോൺഗ്രസ് MP ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കോൺഗ്രസ് MP. അപ്പോൾ എന്ന് പറയാൻ പറ്റില്ല, UDF എന്ന് പറയുന്നത്. അപ്പോൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, പിന്നെ ഡീൻ കുര്യാക്കോസ്, ആൻഡോ ആൻ്റണി, പിന്നെ മറ്റേ അദ്ദേഹം ഇത് കേരള കോൺഗ്രസിൻ്റെ ഫ്രാൻസിസ് ജോർജ് 5, 6 പിന്നെ വരുന്നത് ജോൺ ബ്രിട്ടാസാണ് രാജ്യസഭയിൽ. 7 പിന്നെ ആരായിരിക്കും സാറേ? 7ാമത് ഒരു MP കൂടെ ഉണ്ടല്ലോ, BJP എന്നുള്ളൊരു ജോർജ് കുര്യൻ ഉണ്ടാവില്ലേ? ജോർജ് കുര്യൻ അതിനകത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ക്രിസ്തീയ MPമാരെ 7 പേരെടുക്കുകയാണെങ്കിൽ ജോർജ് കുര്യനും കൂടി അതിനകത്ത് ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു യോഗത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചിരിക്കും എന്നുള്ള കാര്യവും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇവർ തീരുമാനിച്ച കാര്യത്തെക്കുറിച്ചൊരു ചെറിയ വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട്, വെരി സ്മോൾ. ഒരു നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന രീതിയിൽ ഇപ്പോൾ പത്രത്തിൽ പറഞ്ഞു ചെയ്തിട്ടില്ല, 18 പോയിന്റ് ബിറ്റ് എന്ന് പറയില്ല. 18 പോയിന്റ് ബിറ്റ് ന്യൂസായിട്ടാണ് കൊടുത്തേക്കുന്നത്. കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തില്ലെന്ന് വെച്ചാൽ കൊടുത്തില്ല. അതിനകത്ത് എന്താ പറഞ്ഞേക്കണം? അതിനകത്ത് വാദമാണ് വിചിത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ക്രൈസ്തവ ബിഷപ്പുമാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. എന്താണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്? വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ ബിഷപ്പുമാർ മുസ്ലിം സമുദായത്തോടൊപ്പം നിൽക്കണം. ഇത്ര വിചിത്രവാദം അത്. ഇതൊരു വളരെ വിചിത്രമായ വാദമാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ കുര്യൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കുര്യൻ അത് സമ്മതിച്ചിട്ടുണ്ടാകില്ല, കുര്യൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതെനിക്ക് കുര്യനെ ദീർഘകാലമായിട്ട് കുര്യനെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ ഒരു സംശയവും വേണ്ട. ഇതിലുള്ള ഇവരുടെ വിചിത്രമായൊരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സതീശൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്താണ്? മുനമ്പം ഒരു മതപരമായ പ്രശ്നമേ അല്ല. അതൊരു മതപരമല്ല ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് പ്രശ്നമാണ്? സാറേ, മതപരമാണോ മതപരമല്ലാത്തത് രണ്ടാമത്തെ പ്രശ്നം. ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നു അല്ലെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് DCCയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. VD സതീശൻ അതിൽ പങ്കെടുക്കുന്നു. സാർ, അത് പങ്കെടുക്കുകയും നടത്തുകയൊക്കെ ചെയ്തത് മറൈൻ ഡ്രൈവിലാണ്. എന്തിനാണ് സാറേ മുനമ്പത്തെ പ്രശ്നത്തിന് മറൈൻ ഡ്രൈവിലാണോ? കാരണം മുനമ്പത്തേക്ക് ഇവർ ചെന്ന് കഴിഞ്ഞാൽ അവർ കേട്ടില്ല, കല്ലെടുത്തെറിയും. ഒരു സംശയവും വേണ്ട. ഇനി ഇതിലേക്ക് വരാം. അപ്പോൾ ഇത് മതപരമായ ഒരു പ്രശ്നമേ അല്ല എന്ന് ആവർത്തിച്ചും സതീശൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മതസംഘടനകളിനകത്ത് ഇടപെടരുത് എന്നും പറയുന്നുണ്ട്. ഇത് മതപരമല്ലെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമാണ്? നിയമപ്രശ്നമാണ്. അതെ, നിയമപരമാണ്. അപ്പോൾ നിയമപരമായ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്താണ്? നിയമപരമായ ഒരു പ്രശ്നം നിയമപരിഹാരത്തിലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലും നമുക്കത് പരിഹരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നിലവിൽ നിൽക്കുന്ന കോടതി നിയമ സംവിധാനത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ആ പ്രശ്നത്തിന് അങ്ങനെ പരിഹാരം വേണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അത് പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. നിലവിലുള്ള നിയമം അനുസരിച്ച് അത് പറ്റില്ല. എന്താ കാരണം? നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ഭൂമി ഏത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡിൻ്റെ മുത്തവല്ലി എന്ന് പറയുന്ന സർവാധികാര്യക്കാരൻ ഒരു ഭൂമി വഖഫാണ് എന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് അല്ല എന്ന് പറയാനായിട്ട് നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് ബോർഡിനും അധികാരമില്ല. ഓൾവേസ് വഖഫ്. ഈ മറ്റേ മുസ്ലിം ലീഗിൻ്റെയും ബാക്കിയുള്ളവരുടെയും എല്ലാവരും പറയുന്നില്ലേ സതീശൻ പറയുന്നത് ശരിയല്ലെന്ന്? അവർ പറയുന്നതാണ് ശരി. അതാണ് വാസ്തവം അതാണ്. കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ വഖഫാണ് ഈ ഭൂമി എന്ന് സാദിഖ് അലി റഷീദ് അലി ശിഹാബ് തങ്ങൾ വിധിച്ചിരിക്കെ അന്തിമമാണ് ആ വിധി. ഇനി ആ വിധി നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. അപ്പോൾ മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നത് വാസ്തവമാണ്. അതങ്ങനെ അല്ല എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് സതീശനാണ്. കാരണം സതീശൻ്റെ പാർട്ടിയാണല്ലോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. സതീശനാണ് സതീശൻ്റെ പാർട്ടിയല്ല, ലീഗാണ് പ്രവർത്തിച്ചേക്കണത്. അല്ല, ഇപ്പോഴല്ല, നിയമം ഭേദഗതി ചെയ്തപ്പോൾ സതീശൻ്റെ പാർട്ടിയായിരുന്നു. ഈ
ലീഗിനെ തൃപ്തിപ്പെടുത്തി തനിക്ക് ഭാവിയിൽ ലഭ്യമായേക്കാവുന്ന മുഖ്യമന്ത്രി പദം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സതീശൻ ഈ ദാസ്യവേല ചെയ്യുന്നത് നുണ പറഞ്ഞുകൊണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിലവിലുള്ള നിയമം ഇതാണെങ്കിൽ ഈ പ്രശ്നം മുനമ്പത്തുകാരുടെ അടക്കമുള്ള വക്കഫ്, പല സ്ഥലത്തും വക്കഫുണ്ട്, അമ്പലങ്ങൾ വക്കഫാണെന്ന് പറയുന്നുണ്ട്. അതെ, ഇപ്പം നാളെ നിങ്ങൾ താമസിക്കുന്ന ഭൂമി വക്കഫാണെന്ന് പറഞ്ഞും വരാം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പരിഹാരം നിയമ ഭേദഗതി തന്നെയാണ്. ആ നിയമ ഭേദഗതിക്ക് മുസ്ലിങ്ങളെതിരാണ്. അതെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരമായ പ്രശ്നമാണ്, നിയമപ്രശ്നമല്ല. പക്ഷേ ഇത് മതപരമായ പ്രശ്നം ആക്കരുത്, അല്ല എന്നാണ് സതീശൻ പറയുന്നത്. എന്നിട്ടാണ് ക്രിസ്ത്യാനികളായ MP-മാർ ചേർന്നുകൊണ്ട് ബിഷപ്പുമാരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ത്? ഈ ബില്ല് വരുമ്പോൾ ആ ബില്ലിൽ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന്. ക്രൈസ്തവ പുരോഹിതർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ അവർ ഉറച്ച തീരുമാനമെടുത്ത് ആരോടൊപ്പം നിൽക്കണം? മുസ്ലിങ്ങളോടൊപ്പം നിൽക്കണമെന്ന്. അത് എന്ത് വാദത്തിനടുത്താണ് സാർ അങ്ങനെ പറയാൻ പറ്റുക? അവരുടെ തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? അല്ല, അതൊന്നും അവർക്ക് ബാധകമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം വേണം എന്നുള്ള കാര്യം എടുത്തിരിക്കാൻ ഇടയുള്ളത് ജോർജ് സോറസ് ആയിരിക്കും. കോൺഗ്രസ്സിനിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു ദേശീയ താല്പര്യത്തിൻ്റെ മുൻനിർത്തി ഈ രാജ്യത്ത് നിൽക്കുന്ന ഒരു നിലവിലുള്ള നിയമപ്രകാരം ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. അവർ തീരുമാനമെടുക്കുന്നത് ജോർജ് സോറോസ് എന്താണോ പറയുന്നത് അതനുസരിച്ചാണ്. അപ്പോൾ ജോർജ് സോറോസ് ഇത് പറഞ്ഞിട്ടുണ്ടാകും. ജോർജ് സോറോസ് പറഞ്ഞതിന് അവരനുസരിക്കുകയാണ്. ആ ജോർജ് സോറോസ് പറയുന്നതിന് അനുസരിക്കാൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹം ജോർജ് സോറോസിൻ്റെ പിൻപറ്റിയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ തന്നെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ആരാണ് എന്ന് ചോദിച്ചാൽ ജോർജ് സോറസാണ്. റോൾ മോഡലല്ല, ജോർജ് സോറസിൻ്റെ ആജ്ഞയനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന അടിമകളുടെ സമൂഹമായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അവിടെയാണ് അപകടം വരുന്നത്. ഈ മുനമ്പത്തുള്ളത് ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടിയ പക്ഷം. അപ്പോൾ അത്രയും ആളുകൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഈ ലത്തീൻ വിഭാഗത്തിൻ്റെ മേലധ്യക്ഷന്മാർ പോലും ഇതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു വഖഫ് നിയമത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ അവർക്ക്? ആർക്ക്? ഈ പറയുന്ന മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകൾ. മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ ലത്തീൻ സഭയും കൈയൊഴിയുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ മറ്റ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കൊപ്പം ഈ ലത്തീൻ സഭയുടെ പരമാധികാരികൾ മാറുകയാണ്. അല്ല, അവരും മാറിക്കഴിഞ്ഞല്ലോ. അവർ മാറിക്കഴിഞ്ഞല്ലോ. ഇവരൊക്കെ വളരെ പെട്ടെന്ന് മതേതരവാദികളായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കിടപ്പാടം ആരെങ്കിലും കയ്യേറുന്നത് കാണുമ്പോൾ ഞാൻ കയ്യും കെട്ടി നോക്കി നിന്നാൽ മാത്രമേ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കൂ എന്നാണ് പറയുന്നതെങ്കിൽ ആ മതേതരത്വം വേണ്ട എന്ന് പറയാൻ മനുഷ്യർ തയ്യാറാകും. മുനമ്പത്തുകാരങ്ങനെ തയ്യാറാകും. മുനമ്പത്തുകാർക്ക് ഇവർ പറയുന്നത് എന്താണ്? മുനമ്പത്തുകാർക്ക് ഇപ്പോൾ ഭൂമി ഇല്ല അവരുടെ കയ്യിൽ. അവർ വാടകയ്ക്ക് എവിടെ കഴിയുന്ന? വാടകയ്ക്കല്ല, കയ്യേറ്റക്കാരായിട്ട് കഴിയാണ്. ആ നിയമത്തിലെ വാക്ക് കയ്യേറ്റ, എൻക്രോച്ചേഴ്സ് എന്താണ് ആ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സ്വന്തം വീട് കയ്യേറി താമസിച്ചു അല്ല, പണം കൊടുത്ത് വാങ്ങിച്ച് പണം കൊടുത്ത് പണിത് വെച്ച വീട്ടിൽ കയ്യേറ്റക്കാരായി കഴിയുന്നവരാണ് മുനമ്പത്തുകാരെ. അവരെ പരിരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ മുസ്ലിം സമുദായത്തിനോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഹൈബി ഈഡൻ അടക്കമുള്ള MP-മാരാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. മുനമ്പത്ത് ഓരോ ജനങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ MP ഹൈബി ഈഡൻ പാർലമെൻറ്റിൽ ചെന്നിട്ട് മുനമ്പത്തെ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുനമ്പത്തെ പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഈ 7 MP-മാരുടെ കൂട്ടത്തിൽ ഞങ്ങളില്ല എന്ന് പറയട്ടെ. ഈ 7 MP-മാരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ബെന്നി ബെഹനാൻ പറയട്ടെ, ഹൈബി ഈഡൻ പറയട്ടെ, ഫ്രാൻസിസ് ജോർജ് പറയട്ടെ, ഡീൻ കുര്യാക്കോസ് പറയട്ടെ, ആൻറ്റോ ആൻ്റണി പറയട്ടെ, ജോൺ ബ്രിട്ടാസ് പറയട്ടെ.
ഇവരെന്താ പറയാത്തത്? ആരും മിണ്ടുന്നില്ല, രഹസ്യമാണെന്ന് വിചാരിച്ചിരിക്കുക. ഇത് പുറത്തു വന്നതാണിത്. എന്നിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരോടാണ്? മതമേലധ്യക്ഷന്മാരോട്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ആരാണ്? ഇവർ സെക്കുലറാണെന്നല്ല പറയുന്നത്. അതെ, ഒരു സെക്കുലറായിട്ട് നിന്നുകൊണ്ട് ഇവിടെ മതേതരത്വം പുഷ്പിച്ച് വളരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ ഇവർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഇവർ മതമേലധ്യക്ഷന്മാരോട് പറയുന്നു ആ ഒരു മതസംഘടന എവിടെ പറയുന്നുവോ അവിടെ നിൽക്കണമെന്ന്. ഇതെന്ത് സെക്കുലറിസമാണ്? ഇതെന്ത് സെക്കുലറിസമാണ്? ഇതെങ്ങനെയാണ്? അത് മൂടി വെച്ചുകൊണ്ട് പച്ചക്കള്ളമാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇങ്ങനെയൊന്നും മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങരുത്. ഇതിൽ നല്ലത് വല്ല കൊച്ചുപിച്ചാത്തിയുമായിട്ട് പെരുവഴിയിൽ ഇറങ്ങി നിന്നിട്ട് കാശ് പിരിക്കുന്നതാണ്. ഇത് ചെയ്യരുത്. ഇങ്ങനെ മനുഷ്യനെ വഞ്ചിക്കുന്നത് പരസ്യമായി നിന്നുകൊണ്ട്, എന്നിട്ട് ഒരു ഉളുപ്പും കൂടാതെ അവിടെ പോയിട്ട് ഇത് ചെയ്യുന്നു. ഇദ്ദേഹം അവിടെ മുനമ്പത്ത് സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു. അത് സമ്മതിച്ചല്ലേ? അതൊക്കെ സമ്മതിച്ച് ഞാൻ സമ്പൂർണ്ണമായിട്ട് നിങ്ങളോട് യോജിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു കണക്കിൽ ഊരിപ്പോന്നു. ഈ കാര്യത്തിൽ ഇവർ മറുപടി പറയട്ടെ. ഇത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? അപ്പോൾ ഇതിന് നിയമപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം കൈരളി ചാനലിൽ ഇരുന്ന സമയത്ത് നുണ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. ആ നുണ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ശീലത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഞാൻ കരുതുന്നേയില്ല. ഈ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയല്ല. അവരിടയ്ക്ക് സത്യവും പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും നുണ പറഞ്ഞിട്ടില്ലല്ലോ. ഇടയ്ക്ക് സത്യം പറഞ്ഞിട്ടുള്ളവർ കൂടിയല്ലേ. അവരെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് മതപ്രശ്നമായിട്ട് മുസ്ലിങ്ങൾ കണക്ക് കൂട്ടുകയും ആ മതപ്രശ്നമായിട്ട് നീണ്ട് ഭൂമി സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് അവൻ്റെ ഭൂമി അവൻ വഖഫിന് വിട്ടുകൊടുത്തുകൊണ്ട് പെരുവഴിയിലിറങ്ങി നിന്ന് മതേതരത്വം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുക? ആരെങ്കിലും ചെയ്യുക? ഞാൻ ചെയ്യില്ല. ആ സ്റ്റേജിലാണെങ്കിൽ ഞാൻ പറയും ഞാൻ എൻ്റെ കിടപ്പാടം സംരക്ഷിച്ചതിന് ശേഷമുള്ള മതേതരത്വം മതി എനിക്ക് പറയാൻ കഴിയൂ. എൻ്റെ കിടപ്പാടം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി വഖഫായി ദാനം ചെയ്തിട്ട് ഞാൻ പണം കൊടുത്ത് മേടിച്ച് ഞാൻ പണിയിപ്പിച്ച വീട്ടിൽ ഞാൻ കയ്യേറ്റക്കാരനായിട്ട് കഴിയണം. നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഔദാര്യത്തിൽ കഴിഞ്ഞോ? ആ ഔദാര്യത്തിൽ കഴിയുന്നതാണ് മതേതരത്വമെന്ന് പാണക്കാട് തങ്ങളല്ല അല്ലാഹു ഇറങ്ങി വന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല ജനം. അതുകൊണ്ട് പാണക്കാട് തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഹൂ ഈസ് പാണക്കാട് തങ്ങൾ? അദ്ദേഹം സത്യം പറയട്ടെ. ഖുറാനിലൊരു വാക്യമുണ്ട്, ഖുറാനെങ്കിലും തങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സത്യം ചിലപ്പോൾ നിനക്കെതിരായേക്കാം, നിൻ്റെ ജനതയ്ക്കെതിരായേക്കാം. അത് നിനക്ക് തന്നെ എതിരാകുമ്പോഴും നീ സത്യത്തിന് വേണ്ടി നിൽക്കണം. ഞാൻ ഖുറാൻ വായിച്ചപ്പോൾ ഈ വാക്യവും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്. തങ്ങൾ ആ വാക്യം കേട്ടിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ പറയണ്ടേ ഇത് സത്യത്തിൽ ഇത് മതപ്രശ്നം തന്നെയാണെന്ന്? ഇനി വേറൊരു കാര്യം, വഖഫ് ബില്ലിൻ്റെ ആമുഖത്തിൽ എഴുതി വെച്ചേക്കണത് എന്താണ്? ഇസ്ലാമിക നിയമം അനുസരിച്ച്. ഏതാണ് ഇസ്ലാമിക നിയമം? ശരീഅത്തല്ലേ? അതെ. ശരീഅത്ത് സെക്കുലർ ലോ ആണോ റിലീജിയസ് ലോ ആണോ? മതപരമല്ലേ? എന്നിട്ട് ആരെയാണ് ഇവർ ചതിക്കാൻ ശ്രമിക്കുന്നത്? നട്ടാൽ കുരുക്കാത്ത നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും അതിനു വേണ്ടി ഒരു ലജ്ജയും കൂടാത്ത ഇവിടുത്തെ പുതിയ വാക്ക് മാപ്രകൾ എന്നാണല്ല, മാപ്രകൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്ര പരിതാപകരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും നമ്മൾ പറയുമ്പോഴെങ്കിലും ഇത് ആളുകൾ അറിയും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആത്യന്തികമായി മുനമ്പക്കാരെങ്കിലും ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജനപ്രതിനിധികളായി എത്തിയ ക്രൈസ്തവ സമുദായത്തിലുള്ള എംപിമാരുടെ നിർദ്ദേശമാണ് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുടെ അടുത്തേക്ക് എത്തിയത്. നിങ്ങൾ തന്നെ നേരിട്ട് ചോദിക്കുക, അല്ലേ? അമർത്തുക.